ടീ മാസ്റ്റർ ബെർണാഡ് ഷാ, മുതലാളിക്ക് ഒരു ചായ ആദ്യം അടി. ടീ മാസ്റ്റർ ബെർണാഡ് ഷാ. മോഷ്ടിക്കാനെത്തിയ കള്ളൻ വീട്ടിൽ വിലപിടിപ്പുള്ളതൊന്നും കാണാത്തത് കൊണ്ട് വീട്ടമ്മയെ ഉമ്മ വെച്ച് കടന്നു കളഞ്ഞു. സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. പേരിൽ തന്നെ സെയ്ഫുള്ള സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. ഈ രാജ്യത്ത് സെയ്ഫ് അലി ഖാനും സേഫ്റ്റി ഇല്ല. ഈ രാജ്യത്ത് ആർക്കും ഒരു സേഫ്റ്റി ഇല്ല. അല്ലേ ബെർണാഡ് ഷാ? സത്യം പറഞ്ഞ് ബെർണാഡ് ഷാ, നമ്മൾ ഈ പത്രം നോക്കാതിരിക്കുകയാണ്. മൊത്തം തലവേദനയാണ്. കുത്തും വെട്ടും പിടിച്ചു പറയും, മൊത്തം തലവേദന. ഭാര്യ പ്രസവിച്ചു ലഡു. ഭാര്യ പ്രസവിച്ച ലഡുവാണോ? എവിടെ ഞാനൊന്നും കണ്ട. സന്തോഷത്തിൽ ലഡു തരാൻ നോക്കുക. സന്തോഷത്തിന്റെ ലഡു എന്നാണല്ലേ? പ്രസവവാർഡിന് തൊട്ടപ്പുറത്താണ്. ഇവിടെ ഈ കട നടക്കുന്നുണ്ട്. ഇതേ ഉള്ളൊരു ഗുണം. ഡെയിലി 150 പ്രസവം നടക്കും. അപ്പൊ ആ സന്തോഷത്തിന് ഓരോരുത്തരും ലഡു കൊണ്ട് തരും. ഞാനത് അവിടെ വെക്കും. വൈകുന്നേരം ഏതെങ്കിലും പാർട്ടിക്ക് കൊടുക്കും. ചെലവില്ലാതെ നടക്കുന്ന ഒരു കച്ചവടം ഇതേ ഉള്ളൂ. അതുകൊണ്ടോടി ഇവനൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? ബോംബെന്ന് കൊണ്ടുവന്നേ ഞാന്. ബെർണാഡ് ഷാ, ഒരു സിഗരറ്റ് വേണമായിരുന്നേ. ബെർണാഡ് ഷാ, ഒരു സിഗരറ്റ് എടുത്തോടാ. കുടിക്കാൻ എന്തെങ്കിലും? കുടിക്കാൻ കുഴപ്പമില്ല. കുടിക്കാൻ കുഴപ്പമില്ലയോ? കുടിക്കാൻ പൈസ തന്നായിരുന്നോടാ? പൊന്നാരി വാവേ, ചൂക്കിടിയേ. ചേട്ടാ, ആളുകൾ കേക്കും. നാണക്കേട്. എന്തിനു നാണം കിടന്നേ? പോ, എന്റെ കുഞ്ഞിനെ നാട്ടുകാരെടുക്ക് വിളിച്ചു പറയുന്നത് ഞാൻ എന്താ നാണം കിടന്നത്? ഇടി ചൂക്കടി പൊന്നേ, പൊന്നാരി വാവേ, കിങ്ങണിയേ, പിന്നെ അച്ഛനൊരു ചവിട്ടത്. അച്ഛനോട് പുറത്തോട്ട് വരുമ്പോ ചവിട്ടും. പോടുന്നു. അകത്ത് കിടന്നുകൊണ്ട് ചവിട്ടത്തില്ല. അത് ഒന്ന് പുറത്തു വരട്ടെ. നിന്നെ ചവിട്ടും തൊഴിക്കും എല്ലാം ചെയ്യും. ഇയാൾ ഈ പറഞ്ഞ എല്ലാം അതിനകത്ത് കിടന്നുകൊണ്ട് അത് കേൾക്കുകയും ചെയ്യും. ഞാനൊരു കാര്യം പറയാം. ഞാൻ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് കിടന്ന് ടെൻഷൻ അടിക്കരുത്. ഇച്ചിരി ഷുഗറൊക്കെ ഉള്ള ആളാ. എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്. എനിക്കെന്തിനാ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നു? എനിക്കൊരു ടെൻഷനും ഇല്ല മോളെ. ധൈര്യമായിട്ട് അതെ, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അകത്തോട്ട് പോകുന്നതല്ലേ നല്ലത്. എനിക്ക് വേണ്ടൊന്നും. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു ബന്നെങ്കിലും കഴിച്ചിട്ട് അകത്തോട്ട് പോകും. കാര്യം അവിടെ ഒന്നും കിട്ടത്തില്ല വേറെ. ഒരു ബന്ന്, ഒറ്റ ബന്നെങ്കിലും കഴിച്ചിട്ട് അകത്തോട്ട് പോയാ അവിടെ കച്ചവടം നടക്കുന്ന കടയൊന്നും ഇല്ലേ? ഒരു ബന്ന്. ബണ്ണ് എനിക്ക് വേണ്ട. പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കുമോളെ. ഒരു കാര്യം ചെയ്യും, അച്ചപ്പം ഒരെണ്ണം കഴിച്ചാലോ? ഒരച്ചപ്പം മേടിച്ചാലോ? ഒരച്ചപ്പം കഴിക്ക് ചക്കരെ. അച്ചപ്പം ഞാൻ പൊടിച്ചു തരാം. ഇച്ചിരി പാലും കൂടി ഇടിച്ച് കുഴച്ച് പൊടിച്ച് ഇങ്ങനെ തരാം. ഒരച്ചപ്പം പറയട്ടെ? അച്ചപ്പം എനിക്ക് വേണ്ട. അച്ചപ്പം വെച്ച ഗ്യാസ് വരും. വേണ്ട. എന്റെ മോളിച്ച് എന്താ? ഒരു കാര്യം ചെയ്യും, ഒരു പഴം കഴിക്കും. പഴം കഴിച്ചാ കുട്ടിക്ക് നല്ല ഒരു പഴം. ഒരു പഴം എനിക്ക് വേണ്ട ഏട്ടാ. ഇത് ഞാൻ എങ്ങനെ തിരികെ കൊണ്ട് കേട്ടോ? നീ ഓരോന്ന് പറയും, അവള് വേണ്ട വേണ്ടെന്ന് പറയും. എന്തോരം സാധനം അവിടെ നശിച്ചു പോയെന്ന്. ചേട്ടനോട് ഞങ്ങള് പഴം ചോദിച്ചില്ലല്ലോ. ഇയാൾ പറഞ്ഞില്ലേ ഒരു പണ്ണെങ്കിലും കഴിക്കാം? ഞാൻ 2 പണ്ണ് എടുത്തോണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ല. കാണിക്കുന്നവര് ഞങ്ങൾ ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ ഒരു കാര്യം ചെയ്യും, ഏതായാലും വന്നതല്ലേ. ഇത് ഞാൻ എങ്ങനെ തിരികെ അതിനകത്ത് കയറ്റും? ചേട്ടൻ എങ്ങനെയെങ്കിലും കയറ്റി വെക്കും. അല്ല, ചേട്ടനങ്ങ് തിന്ന്. ചേട്ടാ, എന്താന്നറിയാ ഇങ്ങനെയൊക്കെ ടെൻഷൻ കൊണ്ടാ ഞാൻ പൊന്നു പോലെ പൊന്നൂസിനെ നോക്കുന്നത്. ഓ, പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കൊച്ചിനെ നടത്തിയല്ലേ ഇങ്ങോട്ട് വന്നത്? അത് ഗർഭിണിയല്ലേ, അതിനെ നടത്തിക്കൊണ്ടുവരാൻ പാടുണ്ടോ? അതെ, റോഡിലെ ഗട്ടറിനകത്ത് കിടന്നേ പ്രസവിക്കാൻ എന്റെ ഭാര്യക്ക് താല്പര്യമില്ല. അല്ല, അത് ശരിയാണ്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ മുഴുവൻ ഗട്ടറാണ്. നീ ആ വളവ് കണ്ടോ? ഇല്ല, കണ്ടില്ല. പലരും കണ്ടിട്ടില്ല. ആ വളവ് പലരും കണ്ടിട്ടില്ല. അവിടെ ഒരുപാട് അപകടം ഉണ്ടായിട്ടുണ്ട്. പൊട്ടക്കിണറിനേക്കാൾ വലിയ ഗട്ടറാണ് അവിടെ. ഈ കഴിഞ്ഞ ആഴ്ച 2 പ്രസവം അവിടെ നടന്നു ആ വളവില്. ദൈവമേ, സുമതി വളവെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു വളവാണത്. ഇതിന്റെ പേര് പ്രസവ വളവെന്നാണ്. ഗർഭിണികൾ അതുപോലെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രസവിക്കും. ഗട്ടറ വീട് പ്രസവിക്കും. നമ്മൾ അതുവഴിയല്ല വന്നത്. എന്തായാലും ഭാഗ്യം. ഞങ്ങൾ അതുവഴിയല്ല വന്നത്. അല്ലല്ലേ, അപ്പൊ രക്ഷപ്പെട്ടു. പിന്നെ വേറൊരു കാര്യം മറന്നുപോയി. ഇപ്പൊ പ്രസവം കഴിയും. അപ്പൊ സിസ്റ്റർ വന്ന് കൊച്ചിന്റെ പേര് എന്താന്ന് ചോദിക്കും. ഞാൻ ഗർഭിണിയായ സമയം തൊട്ട് ചോദിച്ചോണ്ടിരിക്കുക കൊച്ചിന്റെ പേര് സെലക്ട് ചെയ്യുന്നു. ഇതുവരെ സെലക്ട് ചെയ്തില്ലല്ലോ. ചേട്ടാ, ഞങ്ങൾ പേര് മറന്നുപോയി കേട്ടോ. പെട്ടെന്ന് നിങ്ങളുടെ പേര് മറന്നുപോയി. റേഷൻ കാർഡ് എടുത്തു. അതല്ലെന്ന്, കൊച്ചിനെ ഇതുവരെ പേര് ഞങ്ങൾ കണ്ടുവച്ചില്ല. അയ്യേ, കൊച്ചിന് പേരിട്ടില്ലേ? നീയൊക്കെ ഈ യുഗത്തിലാണോ ജീവിക്കുന്നത്?
ഒരു പേര് പറഞ്ഞു ഏട്ടാ. നല്ലൊരു പേര് പറഞ്ഞു. ഞാനിവിടെ സത്യം പറഞ്ഞ ഞാൻ ഇതിന്റെ ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പേരിട്ടിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടോണ്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താ പേര്? പുരുഷൻ. പുരുഷന് ഇത് സ്ത്രീയാ. അങ്ങനെ ആവുമ്പോഴല്ലേ ഈ അവസ്ഥയിൽ എത്തുന്നത്. അയ്യോ അതല്ല, അതല്ല, എന്റെ പേര് പുരുഷൻ. ഓ, നിങ്ങളുടെ പേര് പുരുഷനാ? ഇത് ജലജ. ഇത് ജലജ. പുരുഷൻ ജലജ. ഇതെന്നാ പാല് കുടിക്കുക? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു. ആണാണെങ്കിൽ ജപ്പു എന്നിടൂ. ജപ്പു. ജപ്പു. ജലജയുടെ ജായ എന്റെ ജലജയുടെ ചായും പുരുഷന്റെ എന്നാ പൂ. പിന്നെ തിരിച്ച് പൂജ നിട്ടൂടായോ? അന്നേരം ആദ്യത്തെ ആ ചിരി കിട്ടത്തല്ല ഇതിന്. അതിനെയാ. അങ്ങനത്തെ അതാ കിട്ടില്ല. അത് കിട്ടില്ല. ചേട്ടാ ഒരു നാടൻ പേര്. നാടൻ പേര് മതി. അപ്പൊ ഈ ജപ്പു വേണ്ട. കൊള്ളത്തില്ല. ഒരു നാടൻ പേര് പറ. നാടൻ പേര്. നാടൻ വീണ്ടും പഴം എടുത്ത് വായി. നാടൻ പേര് നാടവിര. ഏ? നാടവിര. നാടവിരയാ? ആ, നാടനല്ലേ? എന്തുവാണ് ചേട്ടാ ഒരു ഒച്ചിടാൻ പറ്റുന്ന പേരാണ് നാടവിര എന്നൊക്കെ? അല്ല, പേരിനെ ആ. ഒരു ഒരു ഗുമ്മ വേണം. ഒരു ഗുമ്മുള്ള പേര് പറ. ഗും വേണം അല്ലേ? ആ. ഗും 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 ഗുമസ്തൻ. നല്ല പേരല്ലേ? ഗുമ്മുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഗുമ്മും കിടപ്പുണ്ട്. ഒരു കൊച്ചിനിടാൻ പറ്റിയ പേരാണ് ഒരു ആൺകൊച്ചാണെങ്കിൽ ഗുമസ്തൻ എന്നൊക്കെ എങ്ങനെ പേരിടുന്നേ? ആ പേരിന്റെ ഫ്രണ്ടിൽ തന്നെ ഗും കിടക്കുകയല്ലേ? അപ്പൊ ആൺകൊച്ചാണ്. അതെ, ഞാൻ അവിടെ കിടന്നോടെ ഏതെങ്കിലും പേര് സെലക്ട് ചെയ്തോ. അത് മതി, അത് മതി. ചേട്ടാ എന്നാ പിന്നെ ഞാൻ ഇവിടെ അതിനകത്തേക്ക് കൊണ്ടാക്കിട്ട് പോയാ. അയ്യോ, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതറിയത്തില്ലേ? എനിക്ക് കയറാൻ പറ്റത്തില്ലേ? അപ്പൊ അത് പുരുഷന്മാർക്ക് കയറാൻ പറ്റത്തില്ല. നമുക്ക് കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ച് അവിടെ എത്തിക്കാനേ പറ്റൂ. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കഷ്ടപ്പെടുന്നതിന് ഒരു വിലയില്ലാത്ത ഒരു സ്ഥലമാണ് ആ ഭാഗം. എന്നാലും വേണ്ടി ഞാൻ അവിടെ പറഞ്ഞ കൊണ്ടിട്ടോ. അപ്പോഴത്തേനും ഞാൻ നല്ലൊരു പേര് സെലക്ട് ചെയ്ത് വെക്കാം. ഒരു സിഗരറ്റ് തരണം. ഒരു സിഗരറ്റ്. പൈസ തരാവേ. എന്താ പരിപാടി ഇവിടെ? ഞങ്ങൾ മനസ്സിലായി. അല്ല, ഇവിടെ ഈ പരിപാടി ഒന്നും നടക്കാത്തില്ല. ചേട്ടാ ഞങ്ങൾ റീൽസ് എടുത്തോണ്ടിരിക്കുക. എന്ത് റീൽസ് ആയാലും ഇത് പിടിച്ചില്ല. എന്റെ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ കോക്കാൻ പിച്ച കാണിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല. സോഷ്യൽ മീഡിയ റീൽസ് എടുത്ത് മില്യൺ അടിക്കുന്ന ആൾക്കാരാ. ലവ് കപ്പിൾസ് അടിച്ചാൽ മതി വരും. അപ്പോഴേ വരും. എന്തോ അടിക്കുന്ന ആൾക്കാരാണ്. മില്യൺ മിന്നലടിച്ചോണ്ടാണോ നിന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്? മില്യൺ അടിക്കുന്നത്. നിന്നിട്ട് നീ ചത്തില്ലയോ മിന്നലടിച്ചിട്ട്? അതെ, കോടിക്കണക്കിന് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നു ഞങ്ങളെ. നിന്റെ പേരെന്താണ്? മുരളി. അപ്പൊ നീയാണോ മിന്നൽ മുരളി? അല്ലല്ല, ഞാൻ മില്യൺ മുരളി. മില്യൺ മുരളി. എന്താ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താ മനസ്സിലായി? പ്രസവിക്കാൻ കൊണ്ടുവന്നത്. അതെ, അപ്പൊ ഞങ്ങൾ ഓരോ കണ്ടന്റ് എടുത്ത് അതിങ്ങനെ വീഡിയോ ആക്കിയിടും, ഞങ്ങൾക്ക് ലൈക്ക് കിട്ടും. പക്ഷെ ഇവിടെ നിന്നും പറ്റത്തില്ല. അങ്ങോട്ട് മാറി അങ്ങനെ ചെയ്താൽ മതി. ചേട്ടാ ഞങ്ങൾ സേവ് ദ ഡേറ്റ് വരെ മില്യൺ അടിച്ചിട്ടുണ്ട്. സേവ് ദ ഡേറ്റ്. ആ, അതും ലിപ് ലോക്ക്, അത് ഞങ്ങൾ തകർത്തു അല്ലേ? പിന്നെ ആദ്യ രാത്രി അത് 10 മില്യൺ അടിച്ചു. പിന്നെ കല്യാണത്തിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അത് 16 ലക്ഷം പേരാ കണ്ടത്. ഇനി ഇതും കൂടി ഇങ്ങോട്ട് പുറത്തു വരുമ്പോ ഞങ്ങളും അത് കണ്ടന്റ് ആക്കി അങ്ങോട്ട് ഇടുമ്പോ ഒരു 1000 മില്യൺ എങ്കിലും അടിക്കും. 1000 മില്യൺ അടിക്കും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ആദ്യ രാത്രി തൊട്ട് ഇതുവരെ എത്തുന്നതിന് ഇടയ്ക്കുള്ള ഒരു കണ്ടന്റ് ഉണ്ട്, അത് വീഡിയോ എടുത്തായിരുന്നോ? അയ്യ, അതൊക്കെ ആരെങ്കിലും വീഡിയോ എടുക്കും? ചെയ്യും. നിന്നെ പോലുള്ളവൻ അതും ചെയ്യും. ഒരു നാണോ മാനോ ഇല്ലാത്തവനാണ് നീ. അല്ല ചേട്ടൻ അങ്ങനെ കളിയൊക്കൊന്നും വേണ്ട. ഇപ്പൊ പ്രസവം വരെ സിനിമയാക്കിയിട്ടുണ്ട് നമ്മുടെ ശ്വേതാ മേനോൻ. ശ്വേതാ മേനോനാണ് ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ. അതാണ് അല്ലേ? നിന്റെയൊക്കെ തല കളിമണ്ണാണ്. ആ കളിമണ്ണ് സിനിമയിലാണ് അങ്ങനെ കാണിച്ചത്. എന്തായാലും ചെയ്യും. പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറെ ആൾക്കാർ. ഇല്ല, ഫോൺ ചെയ്തോട്ടെ. ഒരാളെ വിളിച്ചില്ല. എന്നാ പിന്നെ ഞാൻ വീഡിയോ എടുക്കാം. ഹലോ ഹലോ. ആ ഹലോ. കിട്ടി കിട്ടി കിട്ടി. നോബി അല്ലേ? അതെ. മനസ്സിലായ? ഇല്ല. മനസ്സിലായില്ലേ? ഇല്ല ഇല്ല. ശരി, സൗണ്ട് കേട്ടോ മനസ്സിലായില്ലേ? ഇല്ല. ആരാണ്? പിന്നെ അത് ഷൂട്ടിലാണോ അവനെ? എടേ, നമ്മള് കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പിൽ വന്നില്ല, നിങ്ങൾ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേ യൂട്യൂബർ വന്നായിരുന്നു ഞങ്ങള്, ലവ് ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. മനസ്സിലായപ്പോ? ഇല്ല, എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ. നമ്മൾ ലവ് ബേഴ്സ് എന്ന് പറഞ്ഞ നമ്മള് യൂട്യൂബ് മില്യണൊക്കെ അടിക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞ. ഓക്കെ മനസ്സിലായി, പറഞ്ഞോ. അപ്പോഴേ എന്റെ ഭാര്യ ഇന്ന് പ്രസവത്തിന് കയറ്റിയേക്കാണേ. അപ്പൊ ഒരു ചെറിയ സഹായം വേണമായിരുന്നു. പൈസ വല്ലതാണ്? പൈസ ഒന്നും വേണ്ട. പിന്നെ എനിക്ക് എന്റെ ഭാര്യ ഇപ്പോൾ പ്രസവിക്കാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു ആശംസ വീഡിയോ വന്നാൽ. ഒരു ആശംസ വീഡിയോ. മുരളിയുടെ ഭാര്യ ഇന്ന് ഡെലിവറി ആവാൻ പോവുകയാണ്,
അപ്പൊ അവക്ക് എല്ലാവിധ സുഖപ്രസവ ആശംസകൾ. സുഷമ്മ പേര് പറയാം. സുഷമ്മയ്ക്ക് എല്ലാവിധ സുഖപ്രസവ ആശംസകൾ. നിങ്ങൾ വെച്ചിട്ട് പോകണം. വെച്ചിട്ട് പോ. ഭയങ്കര ജാടയുടെ അവന്. നോക്കിയാണ് ഏതെങ്കിലും പറമ്പിലിട്ട് പിടിക്കാൻ വാ. ആരെയാ വിളിച്ചത്? നോബി എന്ന് പറഞ്ഞ അയാളെ വിളിച്ചത്. ആ കാര്യം എന്താ? ഒരു ആശംസ പറയാൻ വേണ്ടി. പ്രസവത്തിന് ഒരു ആശംസ പറയാൻ വേണ്ടിട്ട് ഭയങ്കര ചാട. കിട്ടിയില്ല. ആ കുട്ടിയകലിനെ വിളിച്ചുകൂടായിരുന്നു. കുട്ടിയകലിനെ വിളിച്ചുകൂടായിരുന്നു. കിട്ടുവന്നു. ശ്രാദ്ധത്തിന്റെ ആശംസ, 16 അടിയത്തിനും ആശംസ. എല്ലാ ചീള് കേസും ഏണി വെച്ചവൻ കേറിക്കും. വേറെ സംഭവം അറിയോ? ഇവന്റെ ആശംസ ഇവൻ തന്നെ പറഞ്ഞിടും. അതെ, ജന്മദിനത്തിലുള്ള ആശംസയെ എല്ലാം അവൻ തന്നെ പറഞ്ഞിടും. പെയിൻ വരുന്നേട്ടാ. 11:30 വരേണ്ട ഫ്ലൈനാണ്. അയ്യോ അതല്ല ചേട്ടാ, വേദന വേദന വരുന്നു, വേദന വരുന്നു. പെയിൻ എന്നാണോ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു പ്ലെയിൻ വരുന്നതാണ്. എന്റെ വൈഫിന് പെയിൻ വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞാണ്. അപ്പൊ അടുത്ത ഒരു പുതിയ ഡെലിവറിയുമായി ഞങ്ങൾ ഇത് കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റത് പറ. വേദന ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. വേദന ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പ്രാർത്ഥിക്കുക. ഞാൻ പോട്ടേട്ടാ. അയ്യോ ഒരു കാര്യം കൂടെ. ഇപ്പൊ പോസ്റ്റ് ചെയ്യല്ലേ, പോസ്റ്റ് ചെയ്യല്ലേ. 7 മണിക്ക് പോസ്റ്റ് ഇട്ടാ മതി, അപ്പളെ റീച്ച് കിട്ടത്തുള്ളൂ. ഡെലിവറി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വാ, നമുക്ക് ഞാൻ വേഗം വരാം, വേഗം വരാം. കണ്ടന്റ് ഉണ്ടാക്കിക്കോ. പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ് വരാം. ഇത് ഹോം ഡെലിവറി സർവീസ് അല്ല. ചോദിക്കാൻ പോവാ കൊച്ച്. റീച്ച് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാടാ നിന്ന് കീച്ചുന്നത്? ഒരു തന്ത പൈപ്പ് നമ്മളെ കളിയാക്കി. ഒരു സിഗരറ്റ്. ചേട്ടാ ടെൻഷൻ. നിന്റെ ടെൻഷൻ അതേക്കാൾ വലിയ ടെൻഷൻ ആയിട്ടിരിക്കുക. ഒരുത്തം വന്ന് ചറവറ സിഗരറ്റ് എടുത്തോണ്ട് പോയാ ആരോടും ചോദിക്കുന്നില്ല, എടുത്തോണ്ടങ്ങ് പോവാണ്. ഞാനും കണ്ട ആളെ കൊണ്ട് പോകുന്നുണ്ട്. എവിടെ കണ്ട നല്ല പരിചയമുണ്ട്. എന്തോ ടെൻഷൻ അടിക്കാൻ കാര്യം? അഡ്മിറ്റ് ചെയ്തതിന്റെ ഒരു ടെൻഷനേ. ഒന്നും എല്ലാം ശിവപ്രസാദ് ആയിരിക്കും. അല്ല, സുഖപ്രസാദ് ആയിരിക്കും. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കഴിഞ്ഞോടാ? ഇല്ല. എന്ത് പറ്റി? അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ഏതാ? ജോൺ ഡോക്ടർ. എന്റെ ജോൺ ഡോക്ടറാണ്. ജോൺ ഡോക്ടറാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഈ കാര്യത്തിൽ മിടുക്കനാണ്. നല്ല കൈപ്പുണ്യമുള്ള പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. ആണോ? ഡെലിവറിക്ക് വേണ്ട പലക്കൊല നീ ടെൻഷൻ അടിച്ചല്ലോ. ഒന്നാമത് എന്തേലും ഒരു കാരണം നോക്കിയാ ഉലിഞ്ഞു വീഴാനായിട്ട്. ഒരു സിഗരറ്റും നാരങ്ങ വെള്ളവും കൂടെ. ഒരു സിഗരറ്റും ഒരു നാരങ്ങ. ഹലോ, കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ എനിക്ക് അങ്ങോട്ട് എവിടെയോ കണ്ട് നല്ല പരിചയം. പൈസയാണോ? പൈസ തരാം, കുഴപ്പമില്ല. പൈസയുടെ പ്രശ്നമല്ല ഇത്. അല്ല, കുറെ നേരമായല്ലോ. മാസ്ക് ഒന്ന് മാറ്റിയേ. മാസ്ക് ഒറ്റ മാറ്റിയേ. മാസ്ക്. ഇപ്പം പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്ന് സിഗരറ്റ് എടുത്തോണ്ട് പോകുന്നത്. അതാണ് ഞാൻ പ്രശ്നം. ജോൺ ഡോക്ടർ. അയ്യോ, ജോൺ ഡോക്ടർ. അപ്പൊ സാറെന്താ സാർ ഇവിടെ? സാറെന്തിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് സിഗരറ്റ് എടുത്തോണ്ട് പോകുന്നതിനാണ്? ടെൻഷൻ കൊണ്ട്. എന്തിനും ടെൻഷൻ? ടെൻഷൻ കൊണ്ടാ ഞാൻ ബാക്ക് വശം തുടങ്ങി വന്നത്. സാറിന്റെ കാര്യം മനസ്സിലാക്കണം. ഈ നിൽക്കുന്ന 2 പേരുടെയും ഭാര്യമാര് സാറിന്റെ പേഷ്യന്റ് ആണ്. അറിയാം. അവർ സാറിനെ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. സാർ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അവരുടെ കാര്യം എന്താവും? അല്ല, ഇവർ 2 പേരെയും ഭാര്യമാരെ മാത്രമല്ല, ഒരുപാട് ഭാര്യമാരോടെ ഉണ്ട്. സാറ് മിടുക്കനാണെന്ന് ഞങ്ങൾക്ക് അറിയാലോ. അവരുടെയൊക്കെ പ്രസവം ഞാൻ തന്നെയാണ് എടുക്കേണ്ടത്. 500 പ്രസവം ഞാൻ എടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇത് എന്റെ ഭാര്യ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അവളുടെ പ്രസവം എടുക്കാൻ എനിക്ക് ടെൻഷൻ. അതിന്റെ ടെൻഷനാണോ? ഡോക്ടർ ആയാലും ദൈവം തമ്പുരാനായാലും സ്വന്തം ഭാര്യ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ? അതാണ് പറയുന്നത്. അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂന്ന്. ഇതെന്താ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? അതിനുത്തരം പറയേണ്ടത് ഞാനല്ല. ഇതെവിടെയും ഒന്ന് ചവിട്ടി നിർത്തണ്ടേ? ദാ നിൽക്കുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ ലാൽ ബാബു. അദ്ദേഹത്തിനോട് ചോദിക്കൂ. ഞാൻ ഇവിടെ നിർത്തി. ഇനി ഇതിനപ്പുറം വേറെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. കയ്യും കാലും മറയ്ക്കുന്നു. ഒരു സിഗരറ്റ് കൂടി.